അസ്സലാമു അലൈക്കും. KT ഖാദറാണ്. ഞാനിപ്പോൾ മദീനത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണുള്ളത്. നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ അറിയാവുന്നതാണ്. ഇവിടെ അകത്ത് പ്രവേശനങ്ങളിൽ തവക്കൽ ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. അപ്പോൾ എനിക്ക് പെർമിറ്റ് കിട്ടിയിട്ട് ഞാൻ അകത്ത് കയറും. അവിടുത്തെ കുറച്ച് വീഡിയോകൾക്ക് കവർ ചെയ്യാൻ പറ്റുക ഇൻഷാ അല്ലാഹ് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. ഇത് അണ്ടർവേ പാസിംഗ് ആണ്. മസ്ജിദ് നബവിക്ക് അടുത്തെത്തുന്നതിന് മുമ്പ് റോഡ് ക്രോസ് ചെയ്യുന്നതിന് പകരമായിട്ട് അണ്ടർവേ പാസിംഗ് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ താഴത്ത് അണ്ടർഗ്രൗണ്ടിൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഒപ്പമുള്ളത് റഷീദ് മട്ടന്നൂരാണ്. അങ്ങനെ ഞങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് പ്രവേശിച്ചു. ഇന്ന് റമദാൻ 30 ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കേണ്ട സ്ഥലത്ത് വളരെ ആൾ കുറവാണ്. കൊറോണക്കാലമായതുകൊണ്ട് പെർമിറ്റുള്ളവർക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. ഇവിടെ മസ്ജിദ് നബിയുടെ പുറത്ത് കാണുന്ന ഈ തൂണുകൾ ഇലക്ട്രിക് വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന കുടകളാണ്. ഏകദേശം 182 കുടകളാണ് ആദ്യഘട്ടങ്ങളിൽ നിർമ്മിച്ചത്. അതിനുശേഷം കൂടിയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. മുമ്പത്തെ രാജാവായിരുന്ന അബ്ദുല്ല ബിൻ അബ്ദുൽ അസീസിൻ്റെ ആജ്ഞപ്രകാരമാണ് ഇത് നിർമ്മിച്ചത്. റമദാൻ മാസത്തിൽ ഹജ്ജ് വേളയിൽ കൂടാതെ ജുമ നിസ്കാരത്തിലൊക്കെ പള്ളി നിറഞ്ഞ ആൾക്കാർ 52 ഡിഗ്രി ചൂടിലും സൂര്യൻ്റെ ചൂടും ഏറ്റ് നിസ്കരിക്കേണ്ട അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം നൽകി. 21 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 25 മീറ്റർ ചുറ്റളവുള്ള കുടയിൽ നിന്നും 600 സ്ക്വയർ ഫീറ്റ് നീളാണ് താഴേക്കെത്തുക. കൂടാതെ സൂര്യതാപം 10-20 ഡിഗ്രി കുറഞ്ഞിട്ടാണ് താഴേക്ക് പതിക്കുക. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിന് തീ പിടിക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ ടെഫ്ലോൺ കുടയ്ക്കുണ്ട്. പ്യൂർ ടെഫ്ലോൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കുടയുടെ ഭാരം 40 ടണ്ണാണ്. ഈ ഒരു കുടയുടെ ഭാരം.
ഞങ്ങൾ ഹറമിൽ നിന്ന് പുറത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയി സലാം പറഞ്ഞു. പലരും സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. എല്ലാവർക്കും വേണ്ടി സലാം പറഞ്ഞു. കൂടാതെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. ഹറമിനകത്ത് പ്രവേശിക്കണമെങ്കിൽ പെർമിറ്റിൻ്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയി സലാം പറയാൻ വേണ്ടിയിട്ടും കൂടാതെ റൗള ഷെരീഫിൽ പ്രവേശിക്കണമെങ്കിലും പെർമിറ്റ് ആവശ്യമാണ്. പെർമിറ്റ് നിർബന്ധമാണ്. ഞങ്ങൾക്ക് 2 പെർമിറ്റ് ലഭിച്ചിരുന്നു. അവിടെ ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. അപ്പോൾ എന്താ വീഡിയോ വൈൻഡപ്പിയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ ഉള്ളത് മട്ടന്നൂർ സ്വദേശി റഷീദാണ്. അതായത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിൽ റൂമിലേക്ക് പോവാണ്. ബാക്കി ഭാഗങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതിലേക്കും ബൈ. അസ്സലാമു അലൈക്കും.